കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മലാപ്പറമ്പിൽ പെൺവാണിഭ സംഘത്തെ പോലീസ് പിടികൂടിയത്. മലാപ്പറമ്പിൽ പെൺവാണിഭ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന അപ്പാർട്ട്മെൻറ്റിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. മലാപ്പറമ്പ് ഈയപ്പാടിയിലെ അപ്പാർട്ട്മെൻറ്റിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് പോലീസ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ പെൺവാണിഭ സംഘം കുടുങ്ങുകയായിരുന്നു. സംഭവത്തിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 2 പേർ ഇടപാടുകാരാണെന്ന് പോലീസ് പറഞ്ഞു. 2 വർഷത്തിലേറെയായി ഈ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് സമീപമാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. സമീപത്ത് നിരവധി വീടുകളുമുണ്ട്. 2 മാസം മുമ്പാണ് പ്രദേശവാസികളിൽ ചിലർക്ക് സംശയം തോന്നിയത്. നിരവധി ആളുകൾ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് സംശയത്തിന് കാരണം. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ചില ബന്ധുക്കളെ കാണാനെത്തുന്നവരാണ് അപ്പാർട്ട്മെൻറ്റിൽ വരുന്നതെന്നാണ് വീട് വാടകയ്ക്കെടുത്തവർ ഉടമയോട് പറഞ്ഞത്. അപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് ചിലർ പരാതി പോലീസിനെ അറിയിച്ചു. തുടർന്ന് സിറ്റി ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റ്. പെൺവാണിഭ സംഘം സ്ത്രീകളെ എത്തിച്ചത് തിരുവനന്തപുരം, ചെന്നൈ, ബംഗളൂരു, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ്. ഫ്ലാറ്റിന് പ്രതിമാസം 1,15,000 രൂപയാണ് സംഘം നൽകിയിരുന്നത്. 2 വർഷം മുമ്പാണ് ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തത്. എന്നാൽ കുറച്ചുനാൾ മുമ്പാണ് സ്ത്രീകളെ എത്തിച്ചു തുടങ്ങിയത്. നടത്തിപ്പുകാരെയും ഫ്ലാറ്റിൽ ആവശ്യക്കാരായി എത്തിയവരെയും സ്ത്രീകളെയും നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിലെ പെൺകുട്ടികൾക്കായി 3,500 രൂപയാണ് ഒരു ഇടപാടുകാരനിൽ നിന്ന് വാങ്ങുന്നത്. 1,000 രൂപയാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത്. ശരാശരി 25 ഇടപാടുകാർ ഒരു ദിവസം ഫ്ലാറ്റിലെത്തിയിരുന്നു. മറ്റ് ജില്ലകളിൽ ഇവർക്ക് കേന്ദ്രങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഫ്ലാറ്റിൻ്റെ റിസപ്ഷനിലെത്തിയ പോലീസ് കൗണ്ടറിലിരുന്നവരെ ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായ വിവരം ലഭിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് സംഘം ഫ്ലാറ്റിൽ കയറി മുറി തുറക്കുകയായിരുന്നു. അതിനിടെ ഒരാൾ ഓടിപ്പോയി. മുറിയിൽ നിന്ന് 16,200 രൂപ പോലീസ് കണ്ടെടുത്തു. 2 വർഷം മുമ്പാണ് സംഘം ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തത്. കൃത്യമായി വാടക നൽകിയിരുന്നതായും ഫ്ലാറ്റ് ഉടമ പറഞ്ഞു. നടത്തിപ്പുകാരായ വയനാട് ഇരുളം സ്വദേശി ബിന്ദു നേരത്തെയും അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഘത്തിലുണ്ടായിരുന്ന ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിരാമി, പുറ്റേക്കാട്ട് കരുവൻതുരുത്തി ഉപേഷ് എന്നിവരെയും പോലീസ് പിടികൂടി.